കടയിലേക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഇവിടെ കൃഷിഭവനിലേക്ക് കൊടുക്കുന്നുണ്ടോ? കൃഷിഭവൻ്റെ അവിടെ നമ്മുടെ പച്ചക്കറി സ്റ്റോർ ഉണ്ട്. അവിടേക്ക് നമ്മൾ ഡെയിലി കുറച്ച് പുള്ളി പറിച്ചു കൊണ്ടുപോകും. ചേട്ടൻ കടയിലേക്ക് പോകുമ്പോൾ ആൾ കൊണ്ടുപോയി അവിടെ കൊടുക്കും. ചാലക്കുടി കൃഷിഭവൻ അല്ലേ? ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് പച്ചക്കറി കടയുണ്ട്. കടയിലാണോ അല്ലെങ്കിൽ കൃഷിഭവനിലേക്കാ? അവിടെ അവരുടെ കൃഷിഭവന്റെ കീഴിലാണ് ഈ എക്കോ ഷോപ്പും ഈ പച്ചക്കറി കടയും. അത് നമ്മുടെ ഒരു കർഷക സമിതിയുടെ കടയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മെയിനായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കർഷകർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് നടന്നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങൾ, തേൻ കൃഷി ചെയ്യുന്നവരുടെ തേൻ, പിന്നെ നല്ല വെച്ചൊരു പശുവിൻ്റെ നെയ്യ്, പിന്നെ മോര്, പിന്നെ ചാമ, വരക്, തെന അങ്ങനെയുള്ള മില്ലറ്റ്സ് ഐറ്റംസ്, പിന്നെ ഈ തവിട് കളയാത്ത അരി, അങ്ങനെയുള്ളത് നമ്മളെ ജൈവ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് മെയിനായിട്ട് നമ്മൾ കടയിൽ കൊടുക്കണല്ലേ? ഇതൊക്കെ ചേച്ചി ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഞാൻ വെച്ചൊരു പശുവിൻ്റെ നെയ്യ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പോലെ തന്നെ കൃഷി ചെയ്യുന്നവരുടെ ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ നമ്മൾ കൊണ്ടുതരും. എരുമേട നെയ്യ്, പിന്നെ നാടൻ മറ്റേ പശുവിൻ്റെ നറുനെയ്യ്, പിന്നെ ഈ തവിട് കളയാത്ത അരി, രക്തശാലി അരി, ബ്ലാക്ക് റൈസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ റാഗി കഴുകി ഉണക്കി പൊടിച്ച റാഗിപ്പൊടി, അങ്ങനെയൊക്കെ നമ്മൾ ഒരു കർഷക കൂട്ടായ്മയുടെ ഒരു കടയാണ് ഈ എക്കോ ഷോപ്പ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ കർഷകരിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങൾ മെയിനായിട്ട് മേടിച്ച് നമ്മളവിടെ സെയിൽ ചെയ്യണം. അത് നല്ല സാധനങ്ങളാണ്. അത് നമുക്ക് അനുവാദമുള്ളൂ അവിടെ. പിന്നെ ഈ ജൈവ ചെറിയ അടുക്കള തോട്ടത്തിലേക്കുള്ള വളങ്ങൾ, ചാണപ്പൊടി, കാട്ടുനാട്ടം, പിന്നെ അങ്ങനെ ഉള്ള വളങ്ങൾ, കപ്പലണ്ടി പിണ്ണാക്ക്, അങ്ങനെ ഉള്ള വളങ്ങൾ കടയിലുണ്ട്. അത് കുറച്ച് ഇപ്പോൾ ചെടിത്തോട്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ പച്ചക്കറി, ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ബൾക്കായിട്ട് അവർക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം 5 കിലോ 10 കിലോ 2 കിലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംവിധാനം. പിന്നെ ആൾക്കാർ തൈക്കള്, പച്ചമുളക് തൈക്കളൊക്കെ ഇങ്ങനെ കർഷകർ തന്നെ ഉണ്ടാക്കിയിട്ട് മുളപ്പിച്ച് കൊണ്ടൊന്ന് വെക്കണ. അത് എല്ലാ സമയത്തും ഉണ്ടാവില്ല, അത് അവർ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കടയാണ് അവിടെ.